ഹലോ, നമ്മുടെ MA ഇംഗ്ലീഷിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഇംഗ്ലീഷിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് ജോസഫ് ടു എലിസബത്ത് ആൻഡ് ഏജ്. നമ്മൾ ഷേക്സ്പിയർ സ്റ്റഡീസിൻ്റെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ജോസഫ് ടു എലിസബത്ത് ആൻഡ് ഏജിൻ്റെ ഒരു സിലബസ് അനാലിസിസ് നോക്കാം. അപ്പോൾ ഈ സിലബസിൽ നമ്മൾ ഈ പേപ്പറിൽ നമുക്ക് എത്ര വർക്ക്സ് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏതൊക്കെ വർക്ക്സാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ പോയട്രിയാണ്, എത്ര ഡ്രാമാസ് ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സിലബസ് എത്ര ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. നമ്മുടെ പേപ്പർ 4 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് സ്ക്രീനിൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ പേജ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ വർക്ക്സ് ഒന്നും നമുക്ക് ഫസ്റ്റ് തന്നെ കാണാത്തതുകൊണ്ട് നമുക്ക് വർക്ക്സ് ഞാൻ വേറെ നമ്മുടെ സിലബസ് തന്നെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ 4 ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ബ്ലോക്ക് ആസ് യൂഷ്വൽ നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻസ് ആണ്. അപ്പോൾ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ലിറ്റററി ബാക്ക്ഗ്രൗണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പേര്. ആ ബ്ലോക്ക് തന്നെ നമുക്ക് 4 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തിയറി ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമ്മുടെ ചോസറിൻ്റെ ടൈം പീരീഡും പിന്നെ അദ്ദേഹത്തിൻ്റെ പീരീഡിലുണ്ടായിരുന്ന സ്പെഷ്യാലിറ്റീസ്, കുറച്ച് പോയിറ്റിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ നമുക്ക് കുറച്ച് നോട്ട്സും ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് ഇടാം. ദെൻ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ മുതലാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ബ്ലോക്ക് മുതൽ, സെക്കൻഡ് മൊഡ്യൂൾ അല്ല കേട്ടോ, സെക്കൻഡ് ബ്ലോക്ക് മുതലാണ് നമുക്ക് പിന്നെ വർക്ക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റത്തെ ബ്ലോക്കിൽ നമുക്ക് വർക്ക്സ് ഒന്നും പഠിക്കാനില്ല. ആ ബ്ലോക്കിൽ നമുക്ക് തിയറി ബേസ് ആണ്. സെക്കൻഡ് ബ്ലോക്കിൽ നമുക്ക് വർക്ക്സ് ഉണ്ട്. അതിൽ നമുക്ക് 4 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ബ്ലോക്കിൽ എത്ര വർക്ക്സ് പഠിക്കാനുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബ്ലോക്ക് 2 നോക്കുകയാണെന്നെങ്കിൽ പോയിട്രി ആൻഡ് ഡ്രാമ സെക്ഷനാണ്. അപ്പോൾ അതിൽ നമുക്ക് 4 യൂണിറ്റ്സ് ആണ് നമ്മുടെ ബ്ലോക്കിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് പോയിട്രി, അത് ഡീറ്റെയിൽഡ് പോയിട്രിയാണ് കേട്ടോ. അപ്പോൾ ജെഫ്രി ചോസറിൻ്റെ ദി പ്രൊലോഗ് ടു ദി കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന ഒരു പോയം വരുന്നുണ്ട്. പിന്നെ എഡ്മണ്ട് സ്പെൻസറിൻ്റെ പ്രത്തലാമിയൻ, ദെൻ ജോൺ ഡൺൻ്റെ ദി കാനോണൈസേഷൻ ആൻഡ് ബാൽഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്, 2 പോയിംസ് ആണ് ജോൺ ഡണ്ണിൻ്റെ വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 4 പോയിംസ് ആണ് ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും നോട്ട്സ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ടാണോ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണോ ഒന്നും കൂടെ സിമ്പിളായിട്ട് തോന്നുന്നതെന്ന് പറയണേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ടാകുമ്പോൾ നിങ്ങൾ എന്തായാലും എക്സാമിൻ്റെ ടൈമിലെ വീഡിയോസ് കാണുള്ളൂ. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നു വിചാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റും, പിന്നെ പെട്ടെന്ന് ക്യാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാവും നോട്ട്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ നോട്ട്സ് കണ്ടതിന് ശേഷം പറയുക നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നത് എന്ന്. അതിനനുസരിച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. നിങ്ങളത് കമൻറ്റ്സിൽ അറിയിക്കുക കേട്ടോ. ദെൻ നമുക്ക് യൂണിറ്റ് 2 നോക്കാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡ്രാമ പഠിക്കാനുണ്ട്. ക്രിസ്റ്റഫർ മാർലോൻ്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഡ്രാമയാണ് നമുക്ക് ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ വന്നിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രാമ തന്നെയാണ് അത്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് യൂണിറ്റ് 3ൽ ഫിലിപ്പ് സിഡ്നിയുടെ ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല എന്ന് പറയുന്ന ഒരു സോണറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ജോർജ് ഹെർബർട്ടിൻ്റെ ഈസ്റ്റ് ഓഫ് വിങ്സ് എന്ന് പറഞ്ഞൊരു പോയം, അതുപോലെ ആൻഡ്രൂ മാർവലിൻ്റെ ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഡീറ്റെയിൽഡ് സെക്ഷനാണ് യൂണിറ്റ് 3ൽ വരുന്നത്. ഡീറ്റെയിൽഡ് ഉള്ള കാര്യങ്ങളാണ് ഫസ്റ്റത്തെ പോയട്രിയും ഡ്രാമയും ഡീറ്റെയിൽഡ് ആണ് കേട്ടോ, അത് മറക്കരുത്. ഞാൻ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ സെക്കൻഡ് യൂണിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആണ്. ദെൻ യൂണിറ്റ് 4ൽ ഡ്രാമ വരുന്നുണ്ട്. നോൺ ഡീറ്റെയിൽഡ് ഡ്രാമയാണ്. തോമസ് കിഡ് ദി സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്നതും ബെൻ ജോൺസൻ്റെ എവരി മാൻ ഇൻ ഹീസ് ഹ്യൂമൻ എന്ന് പറയുന്ന 2 ഡ്രാമ വരുന്നുണ്ട്. രണ്ടും നോൺ ഡീറ്റെയിൽഡ് ആണ്. ദെൻ അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് 2ൽ വരുന്ന കാര്യങ്ങൾ. ബ്ലോക്ക് 2ൽ യൂണിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തോളാം. ദെൻ നമുക്ക് ബ്ലോക്ക് 3ലേക്ക് പോവാം. ബ്ലോക്ക് 3ൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബ്ലോക്ക് 3 പ്രോസ് ആൻഡ് ഫിക്ഷൻ ആണ് കേട്ടോ. ബ്ലോക്ക് 3ലും 4 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്ക് 3ൽ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ വരുന്ന ഒരു പ്രോസാണ്. ഫ്രാൻസിസ് ബേക്കണിൻ്റെ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഓഫ് ട്രൂത്ത്, 2 പ്രോസ് ഉണ്ട്. ഓഫ് ഫ്രണ്ട്ഷിപ്പും ഓഫ് ട്രൂത്തും നമുക്ക് ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് കേട്ടോ. ദെൻ യൂണിറ്റ് 2ൽ വരുന്ന പ്രോസ് അതും ഫ്രാൻസിസ് ബേക്കണിൻ്റെ തന്നെയാണ്. ഓഫ് പാരൻസ് ആൻഡ് ചിൽഡ്രൻ, പിന്നെ ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്. ഈ 4 പ്രോസും വലിയ ബുദ്ധിമുട്ടില്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള പ്രോസാണ്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് എടുത്തിട്ട് എഴുതാനുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന വർക്ക്സാണിത്, ഈ 4 കേട്ടോ. ദെൻ യൂണിറ്റ് 3ൽ വരുന്ന പ്രോ സെക്ഷൻ നോട്ട് ഡീറ്റെയിൽഡ് ആണ്. ഫിലിപ്പ് സിഡ്നിൻ്റെ ആൻ അപ്പോളജി ഫോർ പോയിട്രി എന്ന് പറയുന്ന ഒരു പ്രോസും ഉണ്ട് കേട്ടോ. ദെൻ നമുക്ക് യൂണിറ്റ് 4ൽ വരുന്നത് പ്രോസ് നോൺ ഡീറ്റെയിൽഡ് ആണ്. യൂണിറ്റ് 3ലും 4ലും വരുന്ന പ്രോസ് നമുക്ക് നോൺ ഡീറ്റെയിൽഡ് ആണ്. ദെൻ സർ തോമസ് മോറിൻ്റെ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞൊരു സംഭവം പഠിക്കാനുണ്ട്. ഉട്ടോപ്പിയ അതൊരു ഇമാജിനറി ലാൻഡിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതും വലിയ ബുദ്ധിമുട്ടില്ല. യൂണിറ്റ് 4ൽ വരുന്ന കാര്യങ്ങളൊന്നും യൂണിറ്റ് 3ൽ ബ്ലോക്ക് 3ൽ വരുന്ന
വർക്ക്സ് ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് പിന്നെയും കുറച്ചുകൂടെ പഠിക്കാൻ ഒന്നും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് നമ്മുടെ ബ്ലോക്ക് 2 ഫസ്റ്റ് വന്ന നമ്മുടെ വർക്കില്ലേ, ആ വർക്ക് നമുക്ക് കാൻറ്റർബറി ടെയിൽസ് അതാണ് ഒന്നും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് ആ ഏജിനെ പറ്റിയിട്ടാണല്ലോ ചോദിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന പേപ്പറിൻ്റെ തന്നെ പേര് ചോസർ ടു എലിസബത്തൻ ഏജ് എന്നാണല്ലോ. അപ്പോൾ ചോസറിൻ്റെ ടൈം പീരീഡിൻ്റെ കാര്യങ്ങൾ സ്പെഷ്യാലിറ്റീസൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ദെൻ നമുക്ക് ബ്ലോക്ക് 4 വരുന്ന കാര്യങ്ങളൊന്നും കുറച്ചും കൂടെ പറഞ്ഞാൽ ബ്ലോക്ക് 4 നമുക്ക് തിയറി ബേസ് തന്നെയാണെന്ന് വെച്ചാൽ ഇതുവരെ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ വർക്ക്സൊക്കെ ഉണ്ടല്ലോ, ഈ വർക്ക്സിൻ്റെ ക്രിറ്റിസൈസിങ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങളാണ്. ക്രിട്ടിക്കൽ റെസ്പോൺസസ് ആണ് പൊതുവെ ബ്ലോക്ക് 4 ഇൻക്ലൂഡ് ചെയ്യാറ്. അത് തന്നെയാണ് നമ്മുടെ ഈ വർക്കിലും അല്ലെങ്കിൽ ഈ പേപ്പറിലും ഉള്ളത്. നമ്മുടെ ഷേക്സ്പിയർ സ്റ്റഡീസിലും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സിലബസ് നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയായിട്ടും വീഡിയോസ് ഞാനിടാം. ദെൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ദെൻ എക്സാംസൊക്കെ ടഫ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. എക്സാംസ് ടൈമിൽ നമുക്ക് ഡിഗ്രിയിലുള്ള പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസൊക്കെ വരിക. പിന്നെ നമ്മൾ PG ലെവലിലായതുകൊണ്ട് ഒന്നും കൂടെ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നമ്മളിതിൻ്റെ ആൻസർ എഴുതേണ്ടി വരും. പിന്നെ പോയത്തിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻസൊക്കെ കോട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ റെസ്പോൺസസ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എഴുതുക. മിയർ സമ്മറി എഴുതി വയ്ക്കുന്ന പരിപാടി ഒന്ന് മാറ്റി നോക്കുക. എന്ന് വെച്ചാൽ മിയർ സമ്മറി ആകുമ്പോൾ നമ്മളെ PG ലെവലിലൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലിറ്റററി ടേംസും കാര്യങ്ങളൊക്കെ അല്ലേ, അതുപോലെ ലിറ്റററി ഡിവൈസസും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ഇതിൽ വല്ലാതെ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദറായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.